ആദ്യമായി നമുക്ക് നമ്മുടെ തൊഴിൽ വാർത്ത, ഇപ്രാവശ്യത്തെ തൊഴിൽ വാർത്ത ഒന്ന് വായിച്ചു നോക്കിയാലോ? ഓക്കെ, നോക്കാം നമുക്ക്. ഇതിൽ ഹരിശ്രീയിൽ, അതായത് 2025 ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിലുള്ളത് നോക്കാം കേട്ടോ. ഇന്ത്യയിൽ രാഷ്ട്രീയ രംഗത്ത് പ്രധാന സംഭവങ്ങൾ ഉണ്ടായ വർഷമാണ് 2025 എന്ന് പറയുന്നത്. ഉപരാഷ്ട്രപതി രാജിവെച്ചതും പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തതുമെല്ലാം ഈ വർഷത്തെ സംഭവ ബഹുലമാക്കി എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഉപരാഷ്ട്രപതിയെ രാജിവെച്ചു, അതുപോലെ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുത്തു അല്ലേ. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ബീഹാറിലും ഡൽഹിയിലും ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് ഉണ്ടായത്. പഹൽഗാമിലുണ്ടായ ഭീകര ആക്രമണവും തെരഞ്ഞെടുപ്പ് ഫലങ്ങളും പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണവും ഭീകരർക്കെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ കേട്ടോ, അതൊന്ന് ഓർത്തെക്കുക. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണവും ഈ ഭീകരർക്കെതിരെ നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയെ ശ്രദ്ധാകേന്ദ്രമാക്കി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും ISROക്കുമെല്ലാം പുതിയ മേധാവികൾ ഉണ്ടായി. ശ്രദ്ധിക്കുക കേട്ടോ, എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും ISROക്കും എല്ലാം എന്തുണ്ടായി? പുതിയ മേധാവികൾ ഉണ്ടായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി താമസിച്ചതും ഈ 2025 ഡോക്കിംഗ് സാങ്കേതിക വിദ്യയും അഗ്നി പ്രൈം മിസൈലും നിസാറുമെല്ലാം ഏതൊക്കെ? ഡോക്കിംഗ് സാങ്കേതിക വിദ്യ, അഗ്നി പ്രൈം മിസൈൽ, നിസാറുമെല്ലാം ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ നേട്ടങ്ങളാണ്. ഓക്കെ, പിന്നെന്താ അതിൽ പറയുന്നത്? എടാ, നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല തണുപ്പുണ്ടോ എന്തോ? ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ്. ഓക്കെ, ഉപരാഷ്ട്രപതി ധൻഖറുടെ രാജി. രാജ്യത്തിൻ്റെ 14ാമത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജൂലൈയിൽ എന്ത് ചെയ്യുകയാണ്? രാജിവെച്ചു. ഓക്കെ, എന്താ ചെയ്തത്? രാജ്യത്തിൻ്റെ എത്രാമത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു ജഗദീപ് ധൻഖർ? 14ാമത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജൂലൈയിൽ എന്ത് ചെയ്യുകയാണ്? രാജിവെക്കുകയാണ്. 2022 ഓഗസ്റ്റിൽ മാർഗരറ്റ് ആൽവയെ തോൽപ്പിച്ചാണ് ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതിയായിട്ട് ചുമതലയേറ്റിരുന്നത്. ഓക്കെ, അപ്പോൾ ആരെ തോൽപ്പിച്ചായിരുന്നു? മാർഗരറ്റ് ആൽവയെ. രാജസ്ഥാനിലെ ജുൻജുനു സ്വദേശിയായ ജഗദീപ് ധൻഖർ, രാജസ്ഥാനിലെ ഏത് സ്വദേശിയാണ്? ജുൻജുനു സ്വദേശിയായിട്ടുള്ള ജഗദീപ് ധൻഖർ മുൻ കേന്ദ്രമന്ത്രിയും ബംഗാൾ മുൻ ഗവർണറും ആണ്. ഓക്കെ, പിന്നെന്താണ്? അതുപോലെ പിന്നെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് രാജിവെക്കുന്ന 3ാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ എന്ന് പറയുന്നത് കേട്ടോ. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് രാജിവെക്കുന്ന എത്രാമത്തെ ഉപരാഷ്ട്രപതി? 3ാമത്തെ. R വെങ്കിട്ടരാമനും VV ഗിരിയുമാണ് ഇതിനു മുമ്പ് രാജിവെച്ചവർ. ഇനി CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി അല്ലേ. അപ്പം രാജ്യത്തിൻ്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ ചുമതലയേറ്റു. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയായ അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറായിരുന്നു. നോട്ട് ചെയ്ത് വെച്ചേക്കുക, തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയായിരുന്നു ആര്? CP രാധാകൃഷ്ണൻ. അദ്ദേഹം എന്തായിരുന്നു? മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു. തമിഴ്നാട്ടിലെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിനു മുമ്പത്തെ ആളാരായിരുന്നു ഉപരാഷ്ട്രപതി? ജഗദീപ് ധൻഖർ അല്ലേ. ജഗദീപ് ധൻഖർ രാജസ്ഥാനിലെ ജുൻജുനു സ്വദേശിയാണ്. അതുപോലെ മുൻ കേന്ദ്രമന്ത്രിയും ബംഗാൾ മുൻ ഗവർണറും ആയിരുന്നു. CP രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണറായിരുന്നേ. തമിഴ്നാട്ടിലെ BJP നേതാവായിരുന്ന രാധാകൃഷ്ണൻ 1998 കോയമ്പത്തൂരിൽ നിന്ന് എവിടെ എത്തുകയാണ്? ലോകസഭയിൽ എത്തുകയാണ്. ഓക്കെ, ജാർഖണ്ഡ്, തെലുങ്കാന എന്നിവിടങ്ങളിൽ ഗവർണർ, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ പദവികളും വഹിച്ചിട്ടുണ്ട്. എന്തൊക്കെ വഹിച്ചിട്ടുണ്ട് അദ്ദേഹം? ജാർഖണ്ഡ്, തെലുങ്കാന എന്നിവിടങ്ങളിലെ ഗവർണറായിട്ടുണ്ട്. അതുപോലെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ പദവികളും വഹിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 452 വോട്ട് നേടിയാണ് രാധാകൃഷ്ണന്റെ വിജയം എന്ന് പറയുന്നത്.
ഓക്കെ. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന റിട്ടയേർഡ് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ടാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്ര വോട്ടിനാണ്? 452 വോട്ട് നേടിയാണ് രാധാകൃഷ്ണൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇനി ജസ്റ്റിസ് സൂര്യകാന്ത്, ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് അല്ലേ, രാജ്യത്തിൻ്റെ 53ാമത് ചീഫ് ജസ്റ്റിസ്. അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്യുക. അതായത് CP രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് എന്താണ്? രാജ്യത്തിൻ്റെ 15ാമത് എന്താണ് ഉപരാഷ്ട്രപതിയും ജസ്റ്റിസ് സൂര്യകാന്ത് 53ാമത് ചീഫ് ജസ്റ്റിസാണ്. രാജ്യത്തിൻ്റെ 53ാമത് ചീഫ് ജസ്റ്റിസായി സൂര്യകാന്തിനെ ആണ് നിയമിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് BR ഗവായി ആയിരുന്നു പിൻഗാമി. ആരായിരുന്നു? ജസ്റ്റിസ് BR ഗവായി ആയിരുന്നു പിൻഗാമി എന്ന് പറയുന്നത്. കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ 370ാം അനുച്ഛേദം റദ്ദാക്കിയാണ് റദ്ദാക്കിയത്. കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ 370ാം ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം റദ്ദാക്കിയത് ശരിവെച്ചതുൾപ്പെടെ ഒട്ടേറെ സുപ്രധാന വിധികൾ പറഞ്ഞത് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട സുപ്രീം കോടതി ബെഞ്ചാണ്. പിന്നെന്താണ്? രാജ്യദ്രോഹ കുറ്റം മരവിപ്പിച്ചുകൊണ്ട് ഇത്തരം കേസുകളിൽ FIRകളിൽ തുടർ നടപടികൾ പാടില്ലെന്ന് വിധിച്ച ബെഞ്ചിലും ജസ്റ്റിസ് സൂര്യകാന്ത് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഒടുവിൽ ബീഹാർ SIRൻ്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ ബീഹാർ SIRൻ്റെ ഭാഗമായിട്ട് കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം പേരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന ഉത്തരവ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിൻ്റെ ഓക്കെ. ജസ്റ്റിസ് ഏറ്റവും ഒടുവിൽ ബീഹാർ SIRൻ്റെ ഭാഗമായി കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം പേരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന ഉത്തരവ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിൻ്റെ 2027 ഫെബ്രുവരി വരെ അദ്ദേഹത്തിന് പദവിയിൽ തുടരാം എന്നുള്ളതാണ്. ആർക്ക്? ജസ്റ്റിസ് സൂര്യകാന്ത് അല്ലേ. അപ്പോൾ ജസ്റ്റിസ് BR ഗവായിയുടെ പിൻഗാമി, അതായത് മുമ്പാരായിരുന്നു അതിന് മുന്നേ 52ാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് BR ഗവായി ആയിരുന്നു. ഇനി അതുപോലെ മറ്റൊരു കാര്യം 2025 നടന്നതാണ്. റിസർവ് ബാങ്കിന് പുതിയ ഗവർണർ അല്ലേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണറായി റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്ര. കണ്ടോ? ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണറായിട്ട് റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്രയെ നിയമിച്ചു. 3 വർഷത്തേക്കാണ് ചെയ്തത്? നിയമനം. ഓക്കെ. പിന്നെന്താണ്? രാജസ്ഥാൻ കേഡറിൽ നിന്നുള്ള 1990 ബാച്ച് IAS ഓഫീസറാണ് സഞ്ജയ് മൽഹോത്ര. ശക്തികാന്ത ദാസിന് പകരക്കാരനായാണ് സഞ്ജയ് മൽഹോത്രയുടെ നിയമനം എന്ന് പറയുന്നത്. അതോട് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണറായിട്ട് റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്രയെ നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. രാജസ്ഥാൻ കേഡറിൽ നിന്നുള്ള 90 ബാച്ച് IAS ഓഫീസറാണ് സഞ്ജയ് മൽഹോത്ര. ശക്തികാന്ത ദാസിന് പകരക്കാരനായിട്ടാണ് സഞ്ജയ് മൽഹോത്രയുടെ നിയമനം എന്ന് പറയുന്നത്. കിട്ടിയോ? ഇത്രയും കാര്യങ്ങൾ. ഓക്കെ. ഇനി ഗ്യാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആരാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഇന്ത്യയുടെ 26ാമത് അല്ലേ. ഓക്കെ. അതൊന്ന് എത്രാമതാണെന്നുള്ളതൊക്കെ നമുക്ക് PSC സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഗ്യാനേഷ് കുമാർ നിയമിതനായി. 29 ജനുവരി 26 വരെയാണ് കാലാവധി പറയുന്നത്. ഓക്കെ. 2029 ജനുവരി 26 വരെയാണ് കാലാവധി. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഗ്യാനേഷ് കുമാർ നിയമിതനായി. പിന്നെ രാജീവ് കുമാറാണ് സ്ഥാനമൊഴിഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഓക്കെ. അപ്പോൾ രാജീവ് കുമാർ സ്ഥാനമൊഴിഞ്ഞപ്പം ആര് വന്നു? ഗ്യാനേഷ് കുമാർ അല്ലേ. കുമാറുകൾ. ഓക്കെ. വിവേക് ജോഷിയാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. വിവേക് ജോഷിയാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. ആരാണ്? വിവേക് ജോഷി. കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്യാം.
ഇനി 1988 ബാച്ച് കേരള കേഡർ IAS എന്താണ് ഉദ്യോഗസ്ഥനാണ് ഗ്യാനേഷ് കുമാർ എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാനുള്ള സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ 2023 നിയമം അനുസരിച്ച് നിയമിതനായ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇദ്ദേഹം. കേരളത്തിൽ ധനകാര്യം, പൊതുമരാമത്ത് തുടങ്ങിയ വകുപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2012 മുതൽ ഡൽഹിയിലെ കേരള ഹൗസിൻ്റെ റെസിഡന്റ് കമ്മീഷണറായിരുന്നു. കേന്ദ്ര സർവീസിൽ പാർലമെന്ററി കാര്യ സെക്രട്ടറി, ആഭ്യന്തര മന്ത്രാലയത്തിൽ ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, പ്രതിരോധ മന്ത്രാലയത്തിൽ ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ പദവികൾ ഗ്യാനേഷ് കുമാർ വഹിച്ചു. ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി വിഭജിക്കാനുള്ള ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ തയ്യാറാക്കിയത് ആരാണ്? ഗ്യാനേഷ് കുമാറാണ് കേട്ടോ. രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് രൂപവൽക്കരിക്കുന്നതിന് ഗ്യാനേഷ് കുമാർ പ്രധാന പങ്ക് വഹിച്ചു. അത്രയാണ് അതിൽ പറയുന്നത്. ഇനി വി സുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ഓക്കെ. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ 9ാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി. ഓക്കെ, എത്രാമതാണ്? 9ാമത് കേട്ടോ. 9ാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിട്ട് ആര് നിയമിതനായി? വി രാമസുബ്രഹ്മണ്യൻ. അരുൺകുമാർ മിശ്രയുടെ കാലാവധി 2025 ജൂൺ 1 പൂർത്തിയായിരുന്നു. 2023 ജൂൺ 29 രാമസുബ്രഹ്മണ്യൻ സുപ്രീം കോടതിയിൽ വിരമിച്ചത്. 2023 ജൂൺ 29 രാമസുബ്രഹ്മണ്യൻ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചിട്ടുള്ളത്. 2016 നോട്ട് അസാധുവാക്കൽ വിഷയത്തിൽ വിധി പ്രസ്താവിച്ച ബെഞ്ചിൽ അംഗമായിരുന്നു വി രാമസുബ്രഹ്മണ്യൻ. ഇനി മദർ ബി ലോക്കൂർ UNIGC അധ്യക്ഷൻ. സുപ്രീം കോടതി മുൻ ജഡ്ജി മദൻ ബി ലോക്കൂർ ഐക്യരാഷ്ട്രസഭ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ IJC അധ്യക്ഷനായി. 2028 നവംബർ 12 വരെയാണ് കാലാവധി. ആരാണ്? മദൻ ബി ലോക്കൂർ അല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത്? ഓക്കെ, ജസ്റ്റ് ഒരു ഞാൻ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഓക്കെ, 2012 മുതൽ ഇനി അഥവാ കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, കേൾക്കുന്നതെങ്കിലും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക കേട്ടോ. 2012 മുതൽ 2018 വരെ സുപ്രീം കോടതിയിൽ എന്തായിരുന്നു? ജഡ്ജി ആയിരുന്നു. ഓക്കെ, എൻ്റെ ക്ലോക്ക് എവിടെ? തുഹിൻ കാന്ത പാണ്ഡെ സെബി ചെയർമാനാണ് കേട്ടോ. ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ സെബി ചെയർമാന്. അപ്പം മദൻ ബി ലോക്കൂർ എന്താണ്? UNIGC അധ്യക്ഷനാണ്. പൂനം ഗുപ്ത RBI ഡെപ്യൂട്ടി ഗവർണർ. ഡെപ്യൂട്ടി ഗവർണർ ആരാണ്? പൂനം ഗുപ്ത അല്ലെ? പൂനം ഗുപ്തയാണ്. റിസർവ് ബാങ്കിലെ പുതിയ ഗവർണർ ആരാണ് നമ്മൾ പറഞ്ഞത്? സഞ്ജയ് മൽഹോത്ര. RBI ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്തയാണ്. ഭീകരാക്രമണവും തിരിച്ചടി. 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഏപ്രിൽ 22 ഭീകരാക്രമണം ഉണ്ടായി. 25 ഇന്ത്യക്കാരും ഒരു നേപ്പാളി പൗരനുമാണ് കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി രാമചന്ദ്രൻ ഉൾപ്പെടെ മിക്കവാറും പേർ വിനോദസഞ്ചാരികളായിരുന്നു. ഇതിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമായി 2025 മെയ് 7 മെയ് 7 9 ഇടങ്ങളിലായിരുന്നു ആക്രമണം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ അറിയോ? ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണങ്ങളെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച വനിതാ സൈനിക
എന്താണ് ഉദ്യോഗസ്ഥരാണ് കേണൽ സോഫിയ ഖുറൈഷിയും വിങ് കമാൻഡർ വ്യോമിക സിംഗും. വിങ് കമാൻഡർ അല്ലേ, വിങ് കമാൻഡർ എന്ന് പറയുമ്പോൾ വ്യോമിക അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. കാരണം എന്താ പറയുക, ചോദിച്ചിട്ടുണ്ടേ. ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണങ്ങളെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച വനിതാ സൈനിക ഉദ്യോഗസ്ഥരാണ് കേണൽ സോഫിയ ഖുറൈഷി, വിങ് കമാൻഡർ വ്യോമിക സിംഗും. ഓക്കെ, ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ? രാവിലെ 7:35. ഓക്കെ, കാണുന്നുണ്ടോ? പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനെ വധിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ മഹാദേവ്. എന്താണ്? പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനെ വധിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ മഹാദേവ്. ഗുജറാത്തിലെ കച്ചിലാണ് ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം നിർമ്മിക്കുന്നത്. എവിടെയാണ്? ഗുജറാത്തിലെ കച്ചിലാണ്. എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക കേട്ടോ. എക്സാമിന് ഇതൊക്കെ വരിക. ഗുജറാത്തിലെ കച്ചിലാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം നിർമ്മിക്കുന്നത്. അതുപോലെ എന്താണ്? വനിതാ സൈനിക ഉദ്യോഗസ്ഥരിലെ ആരൊക്കെ? കേണൽ സോഫിയ ഖുറൈഷി, അതുപോലെ വിങ് കമാൻഡർ വിങ് കമാൻഡർ വ്യോമിക സിംഗ് കേട്ടോ. ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ മഹാദേവ്, ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്ത് വെച്ചേക്കാം. ഈ പിക്ചർ കാണുന്നുണ്ടോ? ഈ പിക്ചർ നിങ്ങൾ ഇതെന്താണെന്നറിയോ? ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നാവികസേന പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചപ്പോൾ പ്രദർശിപ്പിച്ച ചിത്രമാണ്. ഓക്കെ, ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി നിയമ കമ്മീഷൻ അധ്യക്ഷൻ. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് നിയമ കമ്മീഷൻ അധ്യക്ഷൻ. 23ാം നിയമ കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട് സുപ്രീം കോടതി മുൻ ജഡ്ജി ദിനേശ് മഹേശ്വരി ചുമതലയേറ്റു. 2023 ജസ്റ്റിസ് മഹേശ്വരി സുപ്രീം കോടതിയിൽ വിരമിച്ചത്. ഹിതേഷ് ജെയിൻ, പ്രൊഫസർ DP വർമ്മ എന്നിവരെ അംഗങ്ങളായി നിയമിച്ചു. മേഘാലയ, കർണാടക സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച മഹേശ്വരി രാജസ്ഥാൻ, അലഹബാദ് ഹൈക്കോടതികളിലെ ജഡ്ജിയായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. വന്ദേ ഭാരതിൽ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ്. വന്ദേ ഭാരതിൽ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ്. വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റായ സുരേഖ യാദവാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ്. എന്താ പറയുന്നത്? വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റായ സുരേഖ യാദവാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 1988 സുരേഖ ലോക്കോ പൈലറ്റായത്. എന്നാണ് 1988 ആര്? സുരേഖ അല്ലേ? എന്താ പേരെന്താ? സുരേഖ യാദവ് കേട്ടോ. സുരേഖ യാദവ് എന്ത് ചെയ്തിട്ടുള്ളത്? ലോക്കോ പൈലറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ISRO ചെയർമാൻ അല്ലേ? വി നാരായണൻ. ISRO ചെയർമാൻ വി നാരായണൻ ISROയുടെ പുതിയ ചെയർമാനായി ജനുവരിയിൽ ചുമതലയേറ്റു. അപ്പോൾ ISRO ചെയർമാൻ ആരായി ഇപ്പോൾ? എന്താണ്? വി നാരായണൻ. സോമനാഥല്ലല്ലോ. സോമനാഥിൻ്റെ കാലാവധി 2025 പൂർത്തിയായിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം വലിയ മല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെൻറ്റർ ഡയറക്ടറായിരുന്നു. ആര്? ഈ വി നാരായണൻ കേട്ടോ. തിരുവനന്തപുരം വലിയ മല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ ഡയറക്ടറായിരുന്നു വി നാരായണന്. 2 വർഷത്തേക്കാണ് നിയമനം. 2 വർഷത്തേക്ക്. നാഗർകോവിൽ സ്വദേശിയായ ഈ 2 വർഷത്തിന് അടുത്ത് പഠിക്കാനുള്ളത് നമുക്ക് എന്താ പാടില്ല, അതിനുള്ളത് ഉണ്ടാവരുത്. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ജോലി കയറണേ. ഇപ്പോൾ വി നാരായണനാണ്, അത് മതി നമുക്ക്. ഓക്കെ, GSLV മാർക്ക് 3ൻ്റെ C-25 ക്രയോജനിക് പ്രൊജക്ട് ഡയറക്ടറായിരുന്നു. ആര്? വി നാരായണൻ. എന്താണ്? GSLV മാർക്ക് 3ൻ്റെ C-25 ക്രയോജനിക് പ്രൊജക്ട് ഡയറക്ടർ വി നാരായണൻ. ഇനി BSF ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ. BSFന് ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ. BSFന് ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ
BSF എന്താണ്, അതിൻ്റെ ഫുൾ ഫോം അറിയാം, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കേട്ടോ. ഇതിൻ്റെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി ആരാണ്, ഇൻസ്പെക്ടർ ഭാവന ചൗധരി അല്ലേ, ഭാവന ചൗധരി ചുമതലയേറ്റു. ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറാണ്. ഭാവന ഉൾപ്പെടെയുള്ള 5 എഞ്ചിനീയർമാർക്ക് BSF ഡയറക്ടർ ദൽജിത്ത് സിംഗ് ചൗധരി എന്ത് ചെയ്തു, ഫ്ലൈയിങ് ബാഡ്ജ് കൈമാറി. 1969 BSFിൻ്റെ വ്യോമയാന യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. 1969 കേട്ടോ. ഓക്കെ, ഇനി കടൽ പരിക്രമണം പൂർത്തിയാക്കി വനിതകൾ. ഇന്ത്യൻ നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർമാരായ കോഴിക്കോട് സ്വദേശി ദിൽനയും പുതുച്ചേരി സ്വദേശി രൂപയും കടൽ പരിക്രമണം പൂർത്തിയാക്കി ഇന്ത്യയിലെത്തി. 239 ദിവസം കൊണ്ട് 47,560 കിലോമീറ്ററാണ് ഇവർ താണ്ടിയത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു വർഷമില്ല അല്ലേ, 239 ദിവസം കൊണ്ട് 47,560 കിലോമീറ്റർ ഇവർ താണ്ടി. അപ്പോൾ കോഴിക്കോട് സ്വദേശിയാണ് ദിൽന, പുതുച്ചേരി സ്വദേശിയാണ് രൂപ. ഓക്കെ, സാഗ പരിക്രമണം പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ജോഡിയാണ് ഇവരെന്ന് പറയുന്നത്. 2024 ഒക്ടോബർ 2 ഗോവയിലെ INS മണ്ഡോവിയിൽ നിന്നാണ് പ്രയാണം ആരംഭിച്ചത്. മഡ്ഗാവിലെ മോൾ ജെട്ടിയിലെത്തിയ ഇരുവരെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സ്വീകരിച്ചു. അപ്പോൾ ആരാ പ്രതിരോധ മന്ത്രി, കിട്ടിയില്ലേ, രാജ്നാഥ് സിംഗ്, ഇതൊക്കെ അറിയാവുന്നുണ്ടാവില്ലേ. ഓക്കെ, നാവികസാഗർ പരിക്രമയുടെ 2ാം പതിപ്പിൻ്റെ ഭാഗമായി INS വി തരിണി എന്ന പായ് വഞ്ചിയിലാണ് ഇവർ യാത്ര പൂർത്തിയാക്കിയത്. അപ്പം നാവികസാഗർ പരിക്രമയുടെ 2ാം പതിപ്പിൻ്റെ ഭാഗമായി INS തരിണി എന്ന പായ് വഞ്ചിയിലാണ് ഇവർ യാത്ര പൂർത്തിയാക്കിയത്. പസഫിക് സമുദ്രത്തിലെ ലോകത്തിലെ വിദൂരതയിൽ നിന്നുള്ള സ്ഥലം എന്നറിയപ്പെടുന്ന പോയിന്റ് നെമോ. പോയിന്റ് നെമോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. പോയിന്റ് നെമോ എന്താണ്, നമ്മൾ SCERT പഠിച്ചില്ലേ, SCERT കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പോൾ പസഫിക് സമുദ്രത്തിലെ ലോകത്തിലെ വിദൂരതയിൽ നിന്നുള്ള സ്ഥലം എന്നറിയപ്പെടുന്ന പോയിന്റ് നെമോ കടന്നതോടെ പായ് വഞ്ചിയിൽ അവിടെ എത്തിയ ആദ്യ വനിതാ ജോഡി എന്ന നേട്ടം ഇരുവരും എന്ത് ചെയ്യാണ്, സ്വന്തമാക്കുകയാണ് കേട്ടോ. ഇനി BCCI പ്രസിഡന്റ് ആരാ, മിഥുൻ മൻഹാസ് ആണ് BCCI പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതായത് BCCIയുടെ ഫുൾ ഫോം എന്താ, ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ. അതിൻ്റെ പ്രസിഡന്റായി മുൻ ക്രിക്കറ്റ് താരം മിഥുൻ മൻഹാസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ആഭ്യന്തര ക്രിക്കറ്റ് ലീഗിൽ ഡൽഹിയുടെ ക്യാപ്റ്റനായിരുന്നു. 2007-2008 സീസണിൽ ഡൽഹിയെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ്. സെക്രട്ടറിയായി ദേവ്ജിത്ത് സൈക്കിയെയും വൈസ് പ്രസിഡന്റായി രാജീവ് ശുക്ലയും തുടരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, മിഥുൻ മൻഹാസ് BCCI പ്രസിഡന്റ്, മിഥുൻ മൻഹാസ് മറക്കരുത് കേട്ടോ, മിഥുൻ മൻഹാസ്. അപ്പോൾ ലോക്കോ പൈലറ്റ് ആരായിരുന്നു, വന്ദേ ഭാരതിൽ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ യാദവ് അല്ലേ. BSFിൻ്റെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആരായിരുന്നു, ഭാവന ചൗധരി. ജസ്റ്റിസ് ദിനേശ് മാഹേശ്വരി എന്താണ്, നിയമ കമ്മീഷൻ അധ്യക്ഷൻ. V നാരായണനോ ISRO ചെയർമാൻ അല്ലേ. ഇനി കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ ഇന്ത്യക്ക് മുന്നേറ്റം. 2025 പ്രസിദ്ധീകരിച്ച ലോക കാലാവസ്ഥാ സൂചികയിൽ ഇന്ത്യ 9ാം സ്ഥാനത്തെത്തി. 2024 15ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കണ്ടോ, ഇവരാണ് കേട്ടോ കടൽ പരിക്രമണം പൂർത്തിയാക്കിയ നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർമാരായ ദിൽനയും രൂപയും. രൂപ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി 2024 15ാം സ്ഥാനത്തായിരുന്നു ഇത് 2025 പ്രസിദ്ധീകരിച്ച ലോക കാലാവസ്ഥാ സൂചികയിൽ ഇന്ത്യ 9ാം സ്ഥാനത്തെത്തി. പക്ഷേ 2024 15ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ തുടർന്നുണ്ടാവുന്ന നാശനഷ്ടങ്ങളും ജീവഹാനികളും എങ്ങനെ കുറച്ചു കൊണ്ടുവരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് രാജ്യങ്ങളുടെ റാങ്കിങ് നിർണ്ണയിക്കുന്നത്. ജർമ്മൻ വാച്ച് എന്ന സംഘടനയാണ് സൂചിക തയ്യാറാക്കുന്നത്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ തുടർന്നുണ്ടാകുന്ന നാശനഷ്ടം, ജീവഹാനികൾ എങ്ങനെ കുറച്ചു കൊണ്ടുവരുന്നു, ഇതിനെ അടിസ്ഥാനമാക്കിയാണ് രാജ്യങ്ങളുടെ റാങ്കിങ് ഒക്കെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഏത് സംഘടനയാണ് സൂചിക തയ്യാറാക്കുന്നത് എന്ന് ചോദിച്ചാൽ ജർമ്മൻ വാച്ച് എന്ന സംഘടനയാണ്. ഓക്കെ,
ഒരു മിനിറ്റ്.